സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം സർവകലാശാലകളിലെ ഫീസ് ഘടനയും സിലബസും നിശ്ചയിക്കുന്നത് മാനേജ്മെന്റുകൾ. ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും സർവകലാശാലകൾ അനുവദിക്കാമെന്ന റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കോളേജുകൾക്ക് സ്വയംഭരണാനുമതി നൽകാനുള്ള തീരുമാനത്തിനെതിരെ ഉയർന്നതിന് സമാനമായ രീതിയിൽ ശക്തമായ എതിർപ്പ് ഉയരാൻ ഇടയുള്ളതിനാൽ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാർ ധൃതി പിടിച്ച തീരുമാനമെടുക്കാൻ ഇടയില്ല. ഓരോ സർവകലാശാലകളുടെയും പ്രവർത്തനത്തിന് വ്യത്യസ്ത മാർഗരേഖകളാകാമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ വിവിധ സ്വകാര്യ സർവകലാശാലകൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് ഡോക്ടർ സിറിയക് തോമസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും സർവകലാശാലകൾ അനുവദിക്കാമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഫീസ് ഘടനയും സിലബസും നിശ്ചയിക്കാനുള്ള അധികാരം മാനേജ്മെന്റുകൾക്കാണ്. പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിൽ വേണമെന്നാണ് മറ്റൊരു ശുപാർശ. എന്നാൽ വിദ്യാർത്ഥി പ്രവേശനത്തിന്